ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി സോയാബീൻ ഫ്രൈ ആണ്, അല്ലെങ്കിൽ റോസ്റ്റ് എന്നും പറയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സോയാബീനിൽ പകുതി എടുത്തിട്ടുണ്ട്. അത് ഉപ്പ് ഇട്ട വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. എന്നിട്ടടിച്ച് ഇവിടെ കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് എണ്ണയൊഴിച്ച് പെരുംജീരകമാണ് ആദ്യം ഞാൻ പൊട്ടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ഓയിലിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് അടി പിടിക്കും. തീ കുറച്ചിട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞ് ചേർക്കുക. ഏത് പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ച് വേണേലും ഇടാം, പക്ഷേ ഞാൻ പച്ചമുളക് അരിഞ്ഞാണ് ഇട്ടത്. 2 സവാള കനം കുറച്ച് അരിഞ്ഞ് അതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വാടിപ്പോകണ്ട. അതിന് വേണ്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വാടി ഈ ഒരു പരുവമായി കഴിയുമ്പോൾ നമുക്കിനി ചേർക്കാനുള്ള മസാലപ്പൊടികളെല്ലാം അതിൽ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കത്തില്ല. എന്നിട്ട് അതൊന്ന് വഴന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. സോയാബീൻ ആഡായി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് അല്പം വെള്ളം തളിച്ച് വേണം അതൊന്ന് ആ മസാല അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി ചേർക്കാൻ. കാരണം അത് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് അത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 തക്കാളിക്ക്, വലിയ ഒരു തക്കാളിയും ഒരു അരമുറി തക്കാളി അരിഞ്ഞ് വെച്ചിരുന്നതായിരുന്നേ. അത് കഴിഞ്ഞ് സോയാബീൻ ഇട്ടതിന് ശേഷം മാത്രം തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളിയും കൂടെ ആഡ് ചെയ്ത് തക്കാളിക്ക് വെന്തുടയണം, ആ ഒരു പരുവാകണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണിത്. അത് സോയാബീൻ ഫ്രൈ അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി ഒരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണുന്നത് വരേക്കും താങ്ക് യു.